നീതിമാനായ താതാ മാർ യൗസേപ്പ് പുണ്യതാതാ മാനവരാദരവാൽ കീർത്തിക്കും പുണ്യതാതാ. ചോദിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിടുന്ന ഈശോദൻ സ്നേഹതാതാ കാരുണ്യമേകിടണേ. നീതിമാനായ താതാ മാർ യൗസേപ്പ് പുണ്യതാതാ മാനവരാദരവാൽ കീർത്തിക്കും പുണ്യതാതാ. ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർദ്ദരെ കൈവിടാതെ കാത്തുപാലിക്കതാതാ. നീതിമാനായ താതാ മാർ യൗസേപ്പ് പുണ്യതാതാ മാനവരാദരവാൽ കീർത്തിക്കും പുണ്യതാതാ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നൊവേന ആരംഭിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ചുണങ്ങംവേലിയുടെ അപ്പനാണ്. പാരമ്പര്യമായിട്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ സംരക്ഷണ കരങ്ങളുടെ ശക്തി കാലാകാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണ കരങ്ങളാണ്, മാധ്യസ്ഥ സംരക്ഷണ കരങ്ങളാണ് ചുണങ്ങംവേലിയെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് പാരമ്പര്യമായിട്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട്. ആ വിശുദ്ധൻ്റെ നൊവേനയിൽ ഇന്ന് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങൾ, നമ്മുടെ നാടിൻ്റെ, നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരുടെ നിയോഗങ്ങൾ എല്ലാം നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേന ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു, ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, ശിശുവിനെ ഈശോ എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മാർ യൗസേപ്പേ, കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോയും കന്യകൾക്ക് മോടമാകുന്ന കന്യകാമറിയവും അങ്ങയുടെ വിശ്വാസം സൂക്ഷിക്കുന്ന ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ മറിയം എന്നത്ര പറയപ്പെട്ട പണത്തെ കുറിച്ച് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന, അതായത് അശുദ്ധതയിൽ നിന്ന് നമ്മെ കാത്ത് ശുദ്ധഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കരകൂടാത്ത ആത്മാവോടും കൂടെ ഈശോ മിശിഹായിക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോ എന്ന പേര് അവർ പുത്രന് നൽകുകയും ചെയ്തു. വിവേകിയും തിരുകുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപ്പേ, അങ്ങേക്കുണ്ടായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ. അനാവശ്യാന്തങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യൗസേപ്പിനോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഇനി അറിയിക്കുന്നതുവരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദോസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷിക്കും. ആ രാത്രിയിൽ തന്നെ യൗസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തു പിതാവുമായ വിശുദ്ധ യൗസേപ്പേ, ദിവ്യ ശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദിനരാത്രങ്ങൾ അധ്വാനിച്ച അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹെരോദീസ് മരിച്ചയുടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു, നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു. യൗസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മാറിയോസേപ്പെ, ഒരുങ്ങാത്തതും ദൈവേഷ്ടപ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ടും മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം, രോഗികളുടെ ആശ്രയവും ആസന്ന മരണയുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദയായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യൗസേപ്പ് അറിഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേപ്പ് ഭയപ്പെട്ടു. ഗലീലാദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു. ഈശോ മിശിഹായ നസ്രായൻ എന്ന വിളിപ്പുള്ള ദീർഘദർശിയുടെ പ്രവചനം അങ്ങനെ നിറവേറുകയും ചെയ്തു. തിരുക്കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ യാതനം കൊണ്ട് ദൈവസുതനെയും മാതാവിനെയും കാത്തു പരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാറിയോസേപ്പെ, അങ്ങ് തൂകിയ വിയർപ്പത്തുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനായ അങ്ങ് എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായിത്തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒത്തിരി ആകുലതകളുണ്ടാകും, ആശങ്കകളുണ്ടാകും, ചില പ്രതീക്ഷകളുണ്ടാകും. ഇവയെല്ലാം നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ ആ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നാളിതുവരെ നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ ഭർത്താവേ, അങ്ങയോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്ത യാതൊരുത്തിനെയും അങ്ങ് ഉപേക്ഷിച്ചില്ലെന്ന് ഓർക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട്
അങ്ങേ പക്കലോടിയെത്തി അങ്ങേ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. ലോകരക്ഷകനായ മിശിഹായുടെ പിതാവേ, എന്റെ എളിയ പ്രാർത്ഥന ത്യജിക്കാതെ ദയാപൂർവം ശ്രവിച്ച് അത് സാധിച്ചു തരണമേ. ആമീൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോതൻ പാലക യൗസേപ്പേ, മഹാത്മ മഹാത്മ മഹാത്മാ, കരയറ്റ കന്യകയമ്മയും പരമപിതാവിൻ കുമാരനെയും പരിരക്ഷ ചെയ്തു വസിച്ചവനെ, കരുണയോടൊരു വരമരുളണമേ. ഈശോതൻ പാലക യൗസേപ്പേ, മഹാത്മ മഹാത്മ മഹാത്മാ, മാലാഖമാരുടെ ഭൂഷണമാ ചേലിഴും വിമലതയാലെ ഞങ്ങൾ മാലകന്നവനിൽ വാണിടുവാൻ പാലനമരുളുക ഗുരുവരനേ. ഈശോതൻ പാലക യൗസേപ്പേ, മഹാത്മ മഹാത്മ മഹാത്മാ, കീർത്തിക്കും മനോഹരി വീര്യം തൻ അരുമകുമാരനമീശുവുമാ അന്തിമനിമിഷമടുത്തിടുമ്പോൾ ഈശോതൻ അരികിലണഞ്ഞിടണേ കൃപയായമേ. ഈശോതൻ പാലക യൗസേപ്പേ, മഹാത്മാ യൗസേപ്പുണ്യ മഹാത്മാ, മാനവരാദരവാ കീർത്തിക്കും പുണ്യതാദാ. ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർക്കരെ കൈവിടാതെ കാത്തുപാലിക്കതാ. നീതിമാനായ താദാ, മാറിയോസേ പുണ്യതാദാ, മാനവരാദരവാ കീർത്തിക്കും പുണ്യതാദാ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നൊവേന ആരംഭിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവ് ചുണങ്ങംവേലിയുടെ അപ്പനാണ്.
പാരമ്പര്യമായിട്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ സംരക്ഷണ കരങ്ങളുടെ ശക്തി കാലാകാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. യൗസേപ്പ് പിതാവിൻ്റെ സംരക്ഷണ കരങ്ങളാണ്, മാധ്യസ്ഥ സംരക്ഷണ കരങ്ങളാണ് ചുണങ്ങവേലിയെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതെന്ന് പാരമ്പര്യമായിട്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട്. ആ വിശുദ്ധൻ്റെ നൊവേനയിൽ ഇന്ന് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങൾ, നമ്മുടെ നാടിൻ്റെ, നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരുടെ നിയോഗങ്ങൾ എല്ലാം നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേന ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു, ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, ശിശുവിനെ ഈശോ എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ യൗസേപ്പേ, കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോയും കന്യകൾക്ക് മോടമാകുന്ന കന്യകാമറിയവും അങ്ങയുടെ വിശ്വാസം സൂക്ഷിക്കുന്ന ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ മറിയം എന്നത്ര പ്രകടനത്തെ കുറിച്ച് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന, അതായത് അശുദ്ധതയിൽ നിന്നും എന്നെ കാത്ത് ശുദ്ധഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കരകൂടാത്ത ആത്മാവോടും കൂടെ ഈശോ മിശിഹായ്ക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോ എന്ന പേര് അവർ പുത്രന് നൽകുകയും ചെയ്തു. വിവേകിയും തിരുകുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപ്പേ, അങ്ങേക്കുണ്ടായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ. അനാവശ്യാന്തങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യൗസേപ്പിനോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഇനി അറിയിക്കുന്നതുവരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദോസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷിക്കും. ആ രാത്രിയിൽ തന്നെ യൗസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ വിശുദ്ധ യൗസേപ്പേ, ദിവ്യശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദിനരാത്രങ്ങൾ അധ്വാനിച്ച അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹെരോദീസ് മരിച്ചയുടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു, നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു. യൗസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ദിവ്യശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ യൗസേപ്പേ, ഒരുങ്ങാത്തതും ദൈവേഷ്ടപ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ടും മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം, രോഗികളുടെ ആശ്രയവും ആസന്ന മരണയുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത്
പുത്രനായ അർക്കലാവോസ് യൂദയായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യൗസേപ്പ് അറിഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേപ്പ് ഭയപ്പെട്ടു. ഗലീല ദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു. ഈശോ മിശിഹായ നസ്രാൻ എന്ന് വിളിക്കുമുള്ള ദീർഘദർശിയുടെ പ്രവചനം അങ്ങനെ നിറവേറുകയും ചെയ്തു. തിരുക്കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ യാതനം കൊണ്ട് ദൈവസുതനെയും മാതാവിനെയും കാത്തു പരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാറിയോസേപ്പെ, അങ്ങ് തൂകിയ വിയർപ്പത്തുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനായ അങ്ങ് എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായിത്തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒത്തിരി ആകുലതകളുണ്ടാകും, ആശങ്കകളുണ്ടാകും, ചില പ്രതീക്ഷകളുണ്ടാകും. ഇവയെല്ലാം നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ ആ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നാളിതുവരെ നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ ഭർത്താവേ, അങ്ങയോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്ത യാതൊരുത്തിനെയും അങ്ങ് ഉപേക്ഷിച്ചില്ലെന്ന് ഓർക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ പക്കലോടിയെത്തി അങ്ങേ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. ലോകരക്ഷകനായ മിശിഹായുടെ പിതാവേ, എന്റെ എളിയ പ്രാർത്ഥന ത്യജിക്കാതെ ദയാപൂർവം ശ്രവിച്ച് അത് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോതൻ പാലക യൗസേപ്പേ, മഹാത്മ മഹാത്മ മഹാത്മാ, കരയറ്റ കന്യകയമ്മയും പരമപിതാവിൻ കുമാരനെയും പരിരക്ഷ ചെയ്തു വസിച്ചവനെ, കരുണയോടൊരു വരമരുളണമേ. ഈശോതൻ
പാലക യൗസേപ്പേ മഹാത്മാ 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 മാലാഖമാരുടെ ഭൂഷണമാ ചേലിഴും വിമലതയാലെ ഞങ്ങൾ മാലകന്നവനിൽ വാണിടുവാൻ പാലനമരുളുക ഗുരുവരനീ. ഈശോതൻ പാലക യൗസേപ്പേ മഹാത്മാ 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 അമലമനോഹരിവീരിയും തൻ അരുമകുമാരനാമേശുവുമായി അന്തിമ നിമിഷമടുത്തിടുമ്പോൾ അരികിലണഞ്ഞിടണേ കൃപയാൽ. ഈശോതൻ പാലക യൗസേപ്പേ മഹാത്മാ മഹാത്മാ മഹാത്മാ